ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൈക്രോസോഫ്റ്റ് AZ500ൻ്റെ ഒരു ട്യൂട്ടോറിയൽ സീരീസ് ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു സർട്ടിഫൈഡ് അഷ്യൂർ സെക്യൂരിറ്റി എഞ്ചിനീയർ ആവാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത് അഷ്യൂർ എക്സാം എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നും അതിൻ്റെ മൊഡ്യൂൾസ് ഏതൊക്കെയാണെന്നൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എക്സാം രജിസ്ട്രേഷന് വേണ്ടിയിട്ട് മൈക്രോസോഫ്റ്റ് സർട്ടിഫിക്കേഷൻ വെബ്സൈറ്റിൽ കയറിയിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എക്സാം ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് ടെസ്റ്റ് സെൻറ്റർ സെലക്ട് ചെയ്യാം, ഡേറ്റും ടൈമും ഒക്കെ കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു ചാർജ് എന്ന് പറഞ്ഞാൽ $165 ആണ്. അപ്പോൾ എക്സാമിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ അതിൽ 40 to 60 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 150 മിനിറ്റ് ആണ് എക്സാമിൻ്റെ സമയം. അപ്പോൾ ഇതിൽ കവർ ചെയ്യുന്ന ടോപ്പിക് അഷ്യൂർ സെക്യൂരിറ്റി, ഐഡന്റിറ്റി ആൻഡ് ആക്സസ് മാനേജ്മെന്റ്, പ്ലാറ്റ്ഫോം പ്രൊട്ടക്ഷൻ, ഡാറ്റ ആൻഡ് ആപ്ലിക്കേഷൻ പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി ഓപ്പറേഷൻ ആണ്. എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. പാസിംഗ് സ്കോർ എന്ന് പറഞ്ഞാൽ 700 ആണ്. മൊത്തം 1000-ലാണ് മാർക്ക്. ഇതൊക്കെ അപ്പോൾ ഇൻ കേസ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾ പാസ്സായിട്ടില്ലെങ്കിൽ ആഫ്റ്റർ 24 hours കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് രണ്ടാമതും എക്സാം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. AZ500 മെയിൻലി 4 മൊഡ്യൂളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി ആൻഡ് ആക്സസ് മാനേജ്മെന്റ് ആണ്. അപ്പോൾ ഇത് കവർ ചെയ്യുന്ന ടോപ്പിക് അഷ്യൂർ ആക്റ്റീവ് ഡയറക്ടറി, റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ, മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ, അഷ്യൂർ AD കണക്ട് തുടങ്ങിയവയാണ്. രണ്ടാമത്തെ മൊഡ്യൂൾ 2 പ്ലാറ്റ്ഫോം പ്രൊട്ടക്ഷൻ ആണ്. അപ്പോൾ ഇത് കവർ ചെയ്യുന്നത് നെറ്റ്വർക്ക് സെക്യൂരിറ്റി, അഷ്യൂർ ഫയർവാൾ, അഷ്യൂർ DDoS പ്രൊട്ടക്ഷൻ, അഷ്യൂർ സെക്യൂരിറ്റി സെന്റർ തുടങ്ങിയവയാണ്. നെക്സ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഡാറ്റ ആൻഡ് ആപ്ലിക്കേഷൻ പ്രൊട്ടക്ഷൻ ആണ്. ഇത് കവർ ചെയ്യുന്ന ടോപ്പിക് അഷ്യൂർ കീ വോൾട്ട്, അഷ്യൂർ ഡിസ്ക് എൻക്രിപ്ഷൻ, അഷ്യൂർ സ്റ്റോറേജ് എൻക്രിപ്ഷൻ, അഷ്യൂർ ബാക്കപ്പ് തുടങ്ങിയവയാണ്. നാലാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ഓപ്പറേഷൻ ആണ്. അപ്പോൾ ഇത് കവർ ചെയ്യുന്നത് അഷ്യൂർ മോണിറ്റർ, അഷ്യൂർ സെക്യൂരിറ്റി സെന്റർ, അഷ്യൂർ ലോഗ് അനാലിറ്റിക്സ്, അഷ്യൂർ സെന്റിനൽ തുടങ്ങിയവയാണ്. അപ്പോൾ നമുക്കിത് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇതൊരു ട്യൂട്ടോറിയൽ പോലെ വീഡിയോ ബൈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് ടോപ്പിക്സ് കവർ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ AZ500 എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് സർട്ടിഫിക്കേഷൻ ആണ് അഷ്യൂർ സെക്യൂരിറ്റി പ്രൊഫഷണൽസിൻ്റെ. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കരിയറിൽ തന്നെ നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും. സെക്യൂരിറ്റി എഞ്ചിനീയർ വെച്ചിട്ട് നമുക്ക് നിങ്ങളുടെ സ്കിൽ ആൻഡ് നോളജ് വെച്ച് സെക്യൂരിറ്റി കൺട്രോൾസ്, ഐഡന്റിറ്റീസ്, ആക്സസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാത്തിലും നമുക്ക് കുറച്ച് നോളജ് കിട്ടും. അപ്പോൾ അത് വഴി നമുക്ക് നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റീസിനും നല്ല ഹയർ സാലറീസിനൊക്കെ വെച്ചിട്ടുള്ള ജോലി കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. പിന്നെ ഇതൊരു ഇൻഡസ്ട്രി റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നവരെ നിങ്ങളൊരു അഷ്യൂർ സെക്യൂരിറ്റി എക്സ്പേർട്ട് ആണെന്ന് നമുക്ക് കാണിക്കാൻ കഴിയും. അതുവഴി നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറച്ചും കൂടെ ഒരു ഡിമാൻഡ് ഉണ്ടാവും. പിന്നെ ഇത് എക്സാം പാസ്സാകുന്ന വഴി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷണൽ നെറ്റ്വർക്ക് തന്നെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ പേഴ്സണലി നമ്മളൊരു AZ500 പാസ്സായി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡെഡിക്കേഷനും ഹാർഡ് വർക്കും വഴി നമുക്ക് ഇത് നേടിയെടുത്ത് നമുക്ക് തന്നെ നമ്മുടെ ഒരു സ്കിൽസും നോളജും കൂട്ടിയിട്ട് ഈ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു മേഖലയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.